ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. ഇവിടെ വന്ന ചോദ്യം, ആദം നബി മുതൽ പിന്നീടുള്ള ഏതെങ്കിലും പ്രവാചകന്മാർ യഥാർത്ഥ വെളിപാടോ ഗ്രന്ഥമോ ഇല്ലാതെ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. യഥാർത്ഥ വെളിപാടില്ലാതെ ഒരു നബിയും വരില്ല. എല്ലാ നബിക്കും അള്ളാഹു വെളിപാട് കൊടുക്കും. നബി എന്ന വാക്കിന് തന്നെ അതാണ് അർത്ഥമുള്ളത്. അതുപോലെ വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നു, ലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർത്തദാ മിൻ റസൂലിൻ. അപ്പോൾ എല്ലാ പ്രവാചകന്മാർക്കും വെളിപാട്, ദിവ്യ വെളിപാടുകൾ ഉണ്ടാവും. പക്ഷെ ഗ്രന്ഥങ്ങൾ വേണമെന്ന് വ്യവസ്ഥയില്ല. തൗറാത്ത് അനുസരിച്ച് തൗറാത്തിനെ പിൻപറ്റിക്കൊണ്ട് ഗ്രന്ഥമില്ലാത്ത പല പ്രവാചകന്മാരും വന്നിട്ടുണ്ട്. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു, വലഖദ് ആതൈനാ മൂസൽ കിതാബ. മൂസാ നബി കിതാബ് കൊടുത്തു. പക്ഷെ ഹാറൂൻ നബിയും ഉണ്ടായിരുന്നു. ഹാറൂൻ നബിക്കായിട്ട് കിതാബ് കൊടുത്തായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ മൂസാ നബി കൊടുത്ത കിതാബ് തന്നെയാണ് ഹാറൂൻ നബി പിൻപറ്റിയത്. അതിനുശേഷം ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന അൻസൽന തൗറാത്ത ഫീഹ ഹുദൻ വ നൂറുൻ യഹ്കുമു ബിഹൻ നബിയൂൻ. തൗറാത്ത് അനുസരിച്ച് നബിമാർ തീരുമാനം കൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന്. അതുപോലെ തന്നെ വഖഫൈന മിൻ ബഅദിഹി ബിർറസൂൽ എന്ന് പറഞ്ഞ് മൂസാ നബിക്ക് ശേഷം തൗറാത്തിനെ പിൻപറ്റിക്കൊണ്ട് പല നബിമാരും വരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുസ്ലിം ലോകത്തിലെ പണ്ഡിതന്മാരും ഈ അഭിപ്രായം പറയുന്നുണ്ട്. ഉദാഹരണത്തിന് തഫ്സീർ അദ്വാഉൽ ബയാൻ നോക്കിയാൽ മതി. ഷൻഖീത്തി പറയുന്നുണ്ട് അതിൽ, വസ്തദ്ഹറ ബഅദുഹും അന്ന നബിയ അല്ലദി ഹുവ റസൂലുൻ ഉൻസില ഇലൈഹി കിതാബുൻ വശറഉൻ മുസ്തഖില്ലുൻ മഅൽ മുഅ്ജിസത്തി അല്ലതി സബതത് ബിഹാ നുബുവത്തുഹു. പലരും പറയുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഈ പറയുന്നത്. നബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലാണ്. ഉൻസില ഇലൈഹി കിതാബുൻ, അദ്ദേഹത്തിന് കിതാബ് ഇറക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. വശറഉൻ, അതുപോലെ ശരീഅത്തും, മുസ്തഖിൽ സ്വതന്ത്രമായ ശരീഅത്തും, മഅൽ മുഅ്ജിസത്തി അല്ലതി സബതത് ബിഹാ നുബുവത്തുഹു, സ്വന്തം നുബുവത്തിനെ വിശദീകരിക്കാൻ വ്യക്തമാക്കാൻ ഉതകുന്ന മുഅ്ജിസത്തും അള്ളാഹു നൽകിയിട്ടുണ്ടാവും. വന്ന നബിയൽ മുർസൽ അല്ലദി ഹുവ ഗൈറുർ റസൂൽ, റസൂൽ അല്ലാത്ത അയക്കപ്പെട്ട നബിമാരുണ്ട്. ഹുവ മൻ ലം യൻസിൽ അലൈഹി കിതാബുൻ, അങ്ങനെയുള്ള നബിക്ക് പ്രത്യേകം കിതാബ് ഇറങ്ങിയിട്ടുണ്ടാവില്ല. വഇന്നമ ഊഹിയ ഇലൈഹി അൻ യദഉ അന്നാസ ഇലാ ശരീഅത്തി റസൂലിൻ ഖബ്ലഹു, അങ്ങനെയുള്ള നബിക്ക് അതിന് മുമ്പ് ഉള്ള റസൂലിന് കൊടുത്ത ശരീഅത്തിലേക്ക് തന്നെ ജനങ്ങളെ വിളിക്കാനുള്ള വഹിയാണ് കൊടുക്കുക, അതിൽ കൊടുത്തിട്ടുള്ളത്. അംബിയായി ബനി ഇസ്രായേൽ നബിമാരെ പോലെ. അല്ലദീന കാനു യുർസലൂന വയുമറൂന ബിൽ അമലി ബിമാ ഫി തൗറാത്ത്, അവരാകട്ടെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു തൗറാത്ത് അനുസരിച്ച് പ്രവർത്തിക്കാനായി എന്ന്. ഇത് മുസ്ലിം പണ്ഡിതൻ തഫ്സീറിൽ എഴുതിയതാണ്. ഇതുപോലെ ഇതേ കാര്യം എഴുതിയ പല പണ്ഡിതന്മാരുണ്ട്. റസൂൽ എന്നതിനർത്ഥം ഇന്നതാണ്, നബി എന്നതുകൊണ്ട് ഇന്നതാണ്, കിതാബ് ഇല്ലാതെ വരുന്നവരെ നബി എന്ന് പറയും, കിതാബ് ഉണ്ടെങ്കിൽ റസൂൽ എന്ന് പറയുന്നൊക്കെ പല പണ്ഡിതന്മാരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പുതിയ കാര്യമല്ല.